ഇന്ന് പ്രഭാതം മുതൽ ഹജ്ജ് കർമ്മത്തിന് തുടക്കം കുറിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കയിൽ എത്തിച്ചേർന്നിട്ടുള്ള വിശ്വാസികളായ സഹോദരി സഹോദരന്മാര് മിനയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, മിനയിൽ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഹജ്ജ് എന്ന ഇബാദത്ത് 5 അല്ലെങ്കിൽ 6 ദിവസങ്ങളിൽ മാത്രം പരിമിതമായ ഒരു കർമ്മമാണ്. പരമാവധി 6 ദിവസമാണ്. 5 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ അനുവാദവും നൽകിയിട്ടുണ്ട്. ഫമൻ തഅജ്ജല അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി. മിനയിലെ 3 ദിവസത്തെ താമസിക്കൽ 2 ദിവസമാകുന്നതിൽ വിരോധമൊന്നുമില്ല. 3 ദിവസമായാൽ അതിലും കുഴപ്പമില്ല എന്ന അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുമുണ്ട്. ഈ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ 5-6 ദിവസമാണ് നടക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ അതിന്റെ അനുഷ്ഠാനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുമൊക്കെ മിനയിലാണ്. അതിന് പ്രത്യേകമായ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ ഹജ്ജിന്റെ മനാസിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മിന എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം സമ്മേളിക്കുന്ന സ്ഥലം, മറ്റൊരർത്ഥം രക്തമൊഴുക്കുന്ന സ്ഥലം, മൂന്നാമതൊരർത്ഥം മിന എന്ന് പറഞ്ഞാൽ തമന്ന എന്നാണ്. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സ്ഥലം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന, അവന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രതീക്ഷയും പ്രത്യാശയും അവന് സമ്മാനിക്കുന്ന ഒരു മണ്ണ് എന്ന അർത്ഥത്തിലും തമന്ന എന്ന പദത്തിൽ നിന്ന് മിനയും, അതുപോലെ തന്നെ ജാഹിലിയ കാലം മുതൽക്ക് തന്നെ ആ പ്രദേശത്ത് ബലിമൃഗങ്ങളെ കൊണ്ടുവന്ന് ബലിയറുത്ത് അതിന് രക്തമൊഴുക്കിയിരുന്നു. ആ രക്തമെടുത്തുകൊണ്ട് കഅബയുടെ പരിസരത്തും അതിന്റെ ചുമരുകളിലും അവരുടെ അസ്നാമുകൾ, അവരുടെ പ്രതിഷ്ഠകളിലൊക്കെ കൊണ്ടുപോയി അതിനെ അഭിഷേകം ചെയ്തിരുന്നു. ആ അർത്ഥത്തിലും പിന്നീട് സാധാരണഗതിയിൽ അറബികൾ ജാഹിലിയ കാലഘട്ടം മുതൽക്ക് തന്നെ സംഘം ചേരുന്ന സ്ഥലത്തിനും അവർ ഉപയോഗിച്ചിരുന്നു മിന എന്നുള്ളതായിരുന്നു. ഈ അർത്ഥങ്ങളൊക്കെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിറ്റാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂടുതൽ പ്രതീക്ഷയും പ്രത്യാശയും പകർന്നുകൊടുത്ത, സാന്ത്വനം നൽകിയിട്ടുള്ള, മുന്നോട്ടുള്ള പാതകള് വെട്ടിത്തെളിച്ച ഒരിടം എന്ന നിലയിൽ ചരിത്രപരമായിട്ട് മിനയ്ക്ക് വലിയ പ്രാധാന്യം വിശ്വാസികളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ സമയം മിനയുടെ പരിസരത്ത്, ആ മിനയുടെ ടെന്റുകളിൽ ഒരുമിച്ച് കൂടണം. അതിന്റെ ചരിത്രപരമായിട്ടുള്ള സകല സംഗതികളും നിങ്ങളുടെ ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സിലേക്ക്, ഓർമ്മയിലേക്ക് വരണം. അതെല്ലാം സ്മരിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുവാനും പുതിയ പാതകൾ വെട്ടി തുറക്കുവാനും പ്രതീക്ഷയോടുകൂടി വളരെ അർപ്പിത മനസ്സോടുകൂടി മുന്നോട്ട് പോകുവാനുമുള്ള ചോദകമായിട്ട് ഈ മണ്ണ് രൂപപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ
അതോടൊപ്പം തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ജീവിതം സമർപ്പിതരായ വിശ്വാസികളായിട്ട് മാറിയ അല്ലെങ്കിൽ മാറ്റിയെടുത്ത ഒരിടം കൂടിയാണ് ഈ മിനയുടെ മണ്ണ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാം പൂർത്തീകരിച്ച് പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പിത മനസ്സോടുകൂടി അള്ളാഹുവിന് വിധേയത്വം കൽപ്പിച്ചിട്ടുള്ള ആ മാന്യ പ്രവാചകൻ എന്നുള്ള അർത്ഥത്തിൽ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടുത്ത പരീക്ഷണങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴും മാനസികമായി ഒരിക്കലും പതറാതെ ഫഅതമ്മഹുന്ന, എല്ലാം ഏറ്റെടുത്ത് എല്ലാം അഭിമുഖീകരിച്ച് വളരെ ധൈര്യത്തോടുകൂടി അതിനെ മറികടക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രയാണം നമുക്കറിയാം. ഇറാഖ് അതുപോലെ തന്നെ ഈജിപ്റ്റ്, ഈ രണ്ട് പ്രദേശത്തിന്റെയും പ്രാധാന്യം, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ, അതെല്ലാം ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഇറാഖ് ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഈജിപ്തും അങ്ങനെ തന്നെയാണ്. ഈജിപ്തിലൊക്കെ ജലത്തിന്റെ സുലഭമായിട്ട് ജലം കിട്ടുന്ന, പഴവർഗ്ഗങ്ങൾ കിട്ടുന്ന ആ ഫലഭൂയിഷ്ടമായ മണ്ണിലൂടെയാണ് ഈ വരണ്ട ഭൂമിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും കുടുംബവും കയറി വരുന്നത്. അതെല്ലാം ഉപേക്ഷിക്കുകയാണ്. ഇന്നി ദാഹിബുൻ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫലഭൂയിഷ്ടമായ മണ്ണ്, ഇഷ്ടംപോലെ ജലം കിട്ടിയിരുന്ന ഈജിപ്റ്റ്, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബവുമായിട്ട് ഈ വരണ്ട് കിടക്കുന്ന ഈ മരുഭൂമിയിലേക്കുള്ള ആ പ്രയാണം, അവിടെയും ഒരു പുതിയ നാഗരികതയും സംസ്കാരവും ഒരു പുതിയ ജീവിത രീതിയും ആ പ്രദേശം കേന്ദ്രമാക്കിക്കൊണ്ട് ജനങ്ങളെ പരിചയപ്പെടുത്തുവാനും അതിന് വിളംബരം ചെയ്യുവാനുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും കുടുംബവും മക്കയിലേക്ക് വന്നത്. അതിനുശേഷമായിരുന്നുവല്ലോ കഅബയുടെ ഖവായിദുകൾ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്ത് വ ഇസ്മാഈലു, ഈ കഅബയുടെ അസ്ഥിവാരം അവിടെ നിലനിർത്തി അതിന്റെ മുകളിൽ അതിന്റെ അല്പം ഖവായിദുകൾ, അതിന്റെ ചുമരുകൾ കെട്ടിപ്പൊക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകനും കൂടിയാണത് നടത്തിയത്. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ഇതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും നിങ്ങൾ ഈ എല്ലാ ഫലഭൂയിഷ്ടമായ പ്രദേശമൊക്കെ വിട്ട് വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് വന്നപ്പോഴും സമർപ്പിതരായിട്ടുള്ള വിശ്വാസികളായിട്ടില്ല. അങ്ങനെ കഅബയുടെ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോഴും സമർപ്പിതരായ വിശ്വാസികളായിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, അള്ളാഹുവേ ഇതാ കഅബയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു നിന്റെ കൽപ്പന പ്രകാരം, ഇനിയെങ്കിലും ഞങ്ങളെ രണ്ടുപേരെയും സമർപ്പണം വിധേയത്വമുള്ള വിശ്വാസികളാക്കി മാറ്റണം എന്ന് പറഞ്ഞപ്പോഴും ഇപ്പോഴും ആയിട്ടില്ല. ഇനിയും പ്രയാണം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മിനയാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വലിയ കടുത്ത പരീക്ഷണങ്ങൾക്ക് ആ മണ്ണാണ് വിധേയമാക്കിയതും അവിടെ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിമായി മാറുന്നതും എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം എന്ന് കഅബയുടെ നിർമ്മാണത്തിന് ശേഷം പറയുന്നുണ്ട്. റബ്ബ് പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും പോരാ, നിങ്ങൾ വിശ്വാസിയാകണം. ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സൂചിപ്പിക്കുന്നു.
ഞാൻ ആയിരിക്കുന്നു. അപ്പോഴും അള്ളാഹു പറയുന്നത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, കർമ്മത്തിലൂടെ തെളിയിച്ചു കാണിക്കണം. അങ്ങനെ കർമ്മപരമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്ന ഒരു മണ്ണ്, അതിന് വേദിയൊരുക്കിയ, അവസരമൊരുക്കിയ ഒരു മണ്ണും കൂടിയായിരുന്നു മിന. ഇതുകൊണ്ടൊക്കെയാണ് ഹാജിമാർ 6 ദിവസമാണെങ്കിൽ 4 ദിവസവും മിനയിൽ കഴിച്ചു കൂട്ടുന്നത്. ഇനി 5 ദിവസമാണെങ്കിൽ 3 ദിവസവും ഇത്തരം ചരിത്ര സംഗതികള് ഓർമ്മിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നതും അവിടെ കഴിച്ചു കൂട്ടുന്നതും ഒക്കെ അർത്ഥത്തിലാണ്. ഏറ്റവും കടുത്ത പരീക്ഷണം എന്ന് പറയുന്നത്, മുസ്ലിമാക്കിയ പരീക്ഷണം അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത് തന്റെ മകന്റെ ബലിയാണ്. ഫലമ്മ അസ്ലമ, അവിടെയാണ് അല്ലാഹു പ്രയോഗിച്ചത്. അങ്ങനെ അവർ രണ്ടുപേരും വിധേയരായി. ആ മിനയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് വിധേയരാവുകയാണ് അല്ലാഹുവിന്. വതല്ലഹു ലിൽ ജബീൻ, തന്റെ ആ കുട്ടിയെ കമഴ്ത്തിക്കിടത്തുകയാണ്. മുഖം പിതാവിന്റെ മുഖത്തേക്ക് കാണാതിരിക്കുന്നതിന് വേണ്ടി കമഴ്ത്തിക്കെടുത്തുന്ന ആ രംഗം, ഇങ്ങനെ കമഴ്ത്തിക്കെടുത്തിയപ്പോഴേക്ക് പിന്നീട് അള്ളാഹുവിന് പോലും ആ വാചകം മുഴുപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് തഫ്സീറുകൾ പറയുന്നത്. അത്ര വികാരനിർഭരമായ ഒരു രംഗമായിരുന്നു ആ മിനയിൽ നടന്നത്. തന്റെ പ്രിയപ്പെട്ട ആ മകനെ പോലും ഈ സമർപ്പണത്തിന് വേണ്ടി അള്ളാഹുവിന് വിട്ടുകൊടുക്കുവാൻ ആ തയ്യാറായി നിൽക്കുന്ന ഇബ്രാഹീമിനെ കണ്ടുകൊണ്ട് അള്ളാഹു വിളിച്ചു. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു മനുഷ്യന്റെ ചുടുരക്തം എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ഇത്രത്തോളം ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം വിധേയമായി തീർന്നുവോ? അരുത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാചകം മുഴുപ്പിന് എന്ത് ചെയ്തു എന്ന് പറയാതെ അവിടെ വിളിച്ചുകൊണ്ട് അല്ലാഹു തന്നെ പറയാണ്, ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വലിയ ഒരു തുറന്ന ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഇബ്രാഹിം ഏറ്റെടുത്തത്. ഇങ്ങനെ പരീക്ഷണത്തിന് വിധേയമാക്കിയ മണ്ണാണ് ഈ മിന എന്ന് പറയുന്നത്. അതുകൊണ്ട് മിന എപ്പോഴും നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോഴാണ് സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നിങ്ങൾക്ക് സലാം, നിങ്ങളാണ് ഹനീഫൻ മുസ്ലിമൻ ആയിട്ടുള്ളത് എന്ന് പ്രകീർത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ മിന നമ്മോട് ചോദിക്കുന്ന ഓരോ ഹാജിമാരോട് മാത്രമല്ല, ഇന്ന് മിനയുടെ അല്ലെങ്കിൽ അറഫയിലേക്കും മിനയിലേക്കും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സകല വിശ്വാസികളോടും അള്ളാഹു ചോദിക്കുന്നത്, ഇബ്രാഹിം സമർപ്പിച്ച പോലെ വിലപ്പെട്ട നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ കഴിവുകള്, നിങ്ങളുടെ പദവികള്, ഇതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ഈ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ നിങ്ങൾ എത്ര പേർ തയ്യാറുണ്ട്? ഇതാണ് മിന നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ഈ അർത്ഥത്തിലൊക്കെയാണ് മിനയിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നതിന്റെ പൊരുള് നാം മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, പിശാചുമായിട്ടുള്ള സംഘടന നടന്ന സ്ഥലമാണ്. അതും വിശുദ്ധ ഖുർആൻ പല ഇടങ്ങളിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ പിശാച് പ്രത്യക്ഷപ്പെടും, പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ സൃഷ്ടിക്കും. മിൻഹും ബിസൗതിക വഅജ്ലിബ് ബിഖൈലിക വറജ്ലിക വശാരിഖുഹും ഫിൽ അംവാലി വൽ ഔലാദ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട് പിശാചിന്റെ പ്രവർത്തന മേഖല. ഇന്നില അഖഉദന്നക സിറാത്തക്കൽ മുസ്തഖീം, നേരായ ചൊവ്വായ വിശ്വാസിയുടെ മുന്നിൽ തന്നെയായിരിക്കും പിശാചിന്റെ റൂട്ട്. അതൊന്നും പിശാച് മാറ്റാൻ തയ്യാറല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ പിശാചുമായിട്ടുള്ള സംഘട്ടനം വളരെ മനോഹരമായ പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടായിരിക്കും നിങ്ങളെ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ പ്രലോഭനം നടത്തുക.
മാത്രമല്ല ആ പിശാച് വഅജ്ലിബ് മിൻഹും ബിഖൈലിക വറജ്ലിക, അപ്രകാരം തന്നെ നിങ്ങളുടെ എല്ലാ പിശാചി എല്ലാ സൗകര്യങ്ങളും എല്ലാ വിഭവങ്ങളും പിശാച് പ്രയോഗിക്കുക തന്നെ ചെയ്യും. പിശാചിന്റെ കാലാൾപ്പടയും കുതിരപ്പടയും പിശാചിന്റെ മനോഹരമായ സംസാരവും ഇതെല്ലാം വശാരിക്കുഹും ഫിൽ അംവാലി വൽ വിശ്വാസികളെ നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ സമ്പത്തിലും പിശാച് ഇടപെടും. ഈ സന്താനങ്ങളെ കൊണ്ടും നാം സമ്പാദിക്കുന്ന സമ്പാദ്യം ഇതിലൊക്കെ വശാരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദ്, ഇങ്ങനൊക്കെ ഇടപെടുമ്പോൾ ഇന്ന ഇബാദി ലൈസ ലക സുൽത്താൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. വലിയ സംഘടനമാണ് നടക്കേണ്ടത്. ഇന്ന ഇബാദി ലൈസ ലക സുൽത്താൻ, എന്റെ യഥാർത്ഥ ദാസന്മാർക്ക് എനിക്ക് വിധേയരായിട്ടുള്ള സമർപ്പിത മനസ്സോടുകൂടി എന്നിലേക്ക് നടന്നെടുക്കുന്ന വിശ്വാസികൾ ഒരിക്കലും പിശാചിന് കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന സന്ദേശവും ഈ മിന നൽകുന്നുണ്ട്. മിനയിലുള്ള കല്ലേറിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം അതിന്റെ ചരിത്രം. പണ്ഡിതന്മാർ പറയുന്നത് അവിടെ ഇപ്പോൾ ഉള്ളത് അൽ ഹജറാണ്, ആ ശൈത്താനുൽ ഹജരി എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടുള്ള പിശാചിന്റെ പ്രതീകമാണ്. അതിന് എറിയുക പ്രയാസകരമല്ല, അത് വളരെ എളുപ്പത്തിൽ എറിയാൻ സാധിക്കും. എന്നാൽ എറിയേണ്ടത് യഥാർത്ഥത്തിൽ അശ്ശൈത്താനുൽ ഹയവി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മിലുള്ള ലൈവായി നിൽക്കുന്ന പിശാചുക്കളെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രതീകത്തിൽ എറിയുന്നതിലൂടെ നാം എറിഞ്ഞു മാറ്റേണ്ടത്. നമ്മുടെ താല്പര്യങ്ങളും ഇച്ഛകളും ഒക്കെ ഈ പിശാചിന്റെ രൂപത്തിൽ നമ്മുടെ സമ്പത്തിലും അതുപോലെ തന്നെ സന്താനങ്ങളിലും നമ്മുടെ ക്രയവിക്രയങ്ങളിലും ഒക്കെ മനോഹരമായി പ്രലോഭനങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുവരുമ്പോൾ അതിനകറ്റി നിർത്തുവാനുള്ള ഒരു മാനസികാവസ്ഥ അത് മിനയിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരിലൂടെ ആ സന്ദേശമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തിന് കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മിനയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അയവിറക്കുവാനും ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വന്നു കഴിഞ്ഞാൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രത്യാശ നൽകിയിട്ടുള്ള ഇടം കൂടിയായിരുന്നു മിന എന്ന് പറയുന്നത്. നമുക്കറിയാം ഹിജ്റയുടെ 10ാം വർഷമൊക്കെ ആയപ്പോഴേക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ മാനസികമായിട്ട് വലിയ ശക്തി പ്രാപിച്ചിരുന്നു. ചില സാന്ദർഭികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും 11ാമത്തെ വർഷമായപ്പോഴേക്ക് എല്ലാം മറികടന്നുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മാനസികമായി ഇനി മുന്നോട്ട് തന്നെ ഒരു പിന്മാറ്റവുമില്ല എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മുന്നോട്ട് പോകുന്നതും ഈ മിനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഹിജ്റയുടെ 11ാം വർഷം മദീനയിൽ നിന്ന് വന്ന ഹാജിമാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഹജ്ജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനയിൽ ഒരു വലിയ പരിസരം, അവിടെ കവികളും സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ ബലിയർപ്പണവും എല്ലാം നടന്നിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഈ സീസൺ വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ നടക്കും ഈ ആളുകൾക്കിടയിലൂടെ. എന്നിട്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിനെ പരിചയപ്പെടുത്താൻ, അവരോട് സംസാരിക്കാൻ ആളുകൾ അന്വേഷിക്കുകയാണ് അള്ളാഹു റസൂൽ ചെയ്തിരുന്നത്. ഹിജ്റയുടെ 11ാം നുബുവത്തിന്റെ പ്രവാചകത്വത്തിന്റെ 11ാം വർഷം അള്ളാഹുവിന്റെ റസൂൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മിനയിലൂടെ ഇങ്ങനെ നടന്നെടുക്കുമ്പോഴാണ് ഒരു 6 ആളുകളെ പരിചയപ്പെട്ടു. ഇവരിലൂടെ പിന്നീട് 12 ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചു. 1ാമത്തെ സംസാരത്തിൽ തന്നെ മറ്റൊരു സംസാരത്തിനുള്ള ഒരു വാതിൽ തുറന്നു, മറ്റൊന്നൊരു സ്പേസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുകയാണ്. 12 ആളുകളുമായിട്ട് ആ അക്കബ എന്ന് പറയും, നമ്മൾ ജംറത്തുൽ അക്കബ ആദ്യമായിട്ട് കല്ലെറിയുന്ന സ്ഥലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുമായി സംസാരിച്ചത്. ഇസ്ലാമിന്റെ യഥാർത്ഥ ദീനിന്റെ വശങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തി. പിന്നീട് അവർ മദീനയിലേക്ക് തിരിച്ചു പോയിട്ട് 12ാം വർഷം വരുന്നത് 72 ആളുകളുമായിട്ടാണ്.
ആ സംഭാഷണം അങ്ങനെ തുടരുകയാണ്. അതിന്റെ ഫോളോ വർക്കുകൾ തുടരുകയാണ്. ഇങ്ങനെ 72ഓളം ആളുകളുമായിട്ട്, അതും അർദ്ധരാത്രി അഖബ എന്ന സ്ഥലത്ത് മിനയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം അല്ലാഹുവിന്റെ റസൂല് ഇവർക്ക് ദീൻ പരിചയപ്പെടുത്തുകയാണ്. ഈ 72 ആളുകളും അതിൽ 73 അതിൽ 2 സ്ത്രീകളും, അസ്മ ബിന്ത് അംർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു ധീര വനിത, അപ്രകാരം തന്നെ നുസൈബ ബിന്ത് കഅബ് എന്ന് പറയുന്ന മറ്റൊരു ഒരു വനിത, മദീനക്കാരിയായിട്ടുള്ള, ഇങ്ങനെ 75 ആളുകളുമായിട്ട് അള്ളാഹുവിന്റെ റസൂല് അർദ്ധരാത്രി അതിൽ പങ്കെടുത്ത കഅബ് ഇബ്നു മാലിക് തന്നെ പറയുന്നത്, നതസല്ലലു തസല്ലുലൽ ഖിത്ത്, ഞങ്ങൾ ഞങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ഖുറൈശികളെ കണ്ണുവെട്ടിച്ച് പൂച്ച പതുങ്ങി സഞ്ചരിക്കുന്ന പോലെ 1ഉം 2ഉം ആളുകളുമായിട്ടാണ് പ്രവാചകൻ നിശ്ചയിച്ച സ്ഥലത്ത് അർദ്ധരാത്രി അഖബ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയത്. 75ഓളം ആളുകൾ, 2 സ്ത്രീകളടക്കം. അവിടെ വെച്ചും അള്ളാഹുവിന്റെ റസൂൽ അവരോട് പ്രബോധനം ചെയ്യുകയായിരുന്നു. അള്ളാഹുവിന്റെ ദീന് അവിടെ പഠിപ്പിക്കുകയായിരുന്നു. ഇതുകൊണ്ടാണ് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിക്കപ്പെട്ട പോലെ മസ്ജിദുൽ ഹറാമിൽ 1,00,000 കൂലി കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ഒഴിവാക്കിയിട്ട് നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മിനയിലേക്ക് പോകണം. ആ മിനയിൽ തന്നെ 3-4 ദിവസങ്ങൾ തങ്ങണം. കാരണം അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചവനേക്കാൾ, അത്തരം വർത്തമാനങ്ങൾ പറയുന്നവനേക്കാൾ ഉത്തമൻ ആരുണ്ട്? നമസ്കാരത്തെക്കാൾ ഉത്തമൻ അള്ളാഹുവിന്റെ ദീനുമായി സംസാരിക്കുന്ന, അത് പരിചയപ്പെടുത്തുന്ന, അതിന് വേദിയൊരുക്കുന്ന, അതിന്റെ സന്ദേശങ്ങൾ വിതരണം നടത്തുന്ന ഇവരെക്കാൾ മഹത്തരമായിട്ട് ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അതിലൂടെ മാത്രമാണ് യഥാർത്ഥ ദീനിന്റെ വിതരണത്തിലൂടെ, സന്ദേശം കൈമാറുന്നതിലൂടെ മാത്രമേ ശത്രുക്കളെ മിത്രമാക്കാൻ കഴിയൂ എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വർത്തമാനകാലത്ത് ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അള്ളാഹു നിർദ്ദേശിച്ച റൂട്ട് വളരെ പ്രതീക്ഷ നൽകുന്ന അവസരമാണ്. വളരെ പ്രതീക്ഷയാണ് വർത്തമാന കാലഘട്ടത്തിലെ ഈ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നൽകിക്കൊണ്ടിരിക്കുന്നത്. അഖബയുടെ സന്ദേശം അത് തന്നെയാണ്. ഒരു പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ മുന്നോട്ടുള്ള പ്രയാണം അതൊരിക്കലും തടസ്സപ്പെടരുത്. അത് വളരെ സൗഹൃദം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ യഥാർത്ഥ ദീനിന്റെ സന്ദേശം ഇതാർക്കും എതിരല്ല, ഇത് മനുഷ്യരുടെ അവന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുവാനും അവന് സുരക്ഷിതത്വം പകരുവാനുമുള്ള ദീനാണ് എന്ന സന്ദേശം പകർന്നു കൊടുക്കുമ്പോൾ കഅന്നഹു വലിയുൻ ഹമീം, ശത്രുത പുലർത്തിയിരുന്ന ആളുകളൊക്കെ മിത്രമായിട്ട് മാറുന്നത് പ്രവാചകരെ, വിശ്വാസികളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചതും ഈ അർത്ഥത്തിലാണ്. ഈ അഖബ സംസാരം നടക്കുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുള്ള ചില ആസൂത്രണങ്ങൾ സംബന്ധിച്ച് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അൻസാറുകളുമായി 75ഓളം വരുന്ന അൻസാറുകളുമായിട്ട് മിനയിൽ അഖബയിൽ വെച്ച് സംസാരിക്കുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്നത് അതുവരെ വിശ്വാസത്തിലേക്ക് വരാത്ത അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബായിരുന്നു. എന്നാൽ വിശ്വാസിയായിട്ടുള്ള പിതൃവ്യനായ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് അവിടെ ഉണ്ട്. എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പിതൃവ്യനായ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ വിളിക്കാതെ ഇന്നുവരെയും ഈ ദീനിലേക്ക് കടന്നു വരാത്ത അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കൂട്ടിയത് അഖബയിലേക്ക് പോകുമ്പോൾ? ഇത് വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അവിടെ പണ്ഡിതന്മാർ പറയുന്നത്, ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ചൊരു ഹിക്മത്ത്, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹം വിശ്വാസിയാണ്, ഇവരുമായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, അത് വിശ്വാസികളാണ്, അവരങ്ങനെ പറയൂ. എന്നാൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അതുവരെയും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം ബദർ യുദ്ധത്തിന് ശേഷമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ അബ്ബാസാണ് സംസാരിക്കുന്നത്, ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനാണ്,
ആശയപരമായിട്ട് എതിർപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കും. നിങ്ങൾ മദീനക്കാർ ഇദ്ദേഹത്തെ മദീനയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് എനിക്കറിയാം. പക്ഷേ സുരക്ഷ ഉറപ്പുവരുത്തൽ അത്യാവശ്യമാണ്. യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാകരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിലുപരി ഞങ്ങളുടെ സഹോദരനെ സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇതാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ചോദിച്ച ചോദ്യം. ഇങ്ങനെ ചോദിക്കുന്ന കുറെ മനുഷ്യർ ഇന്നും നമ്മുടെ ഇന്ത്യയിലടക്കം നമ്മുടെ സഹോദര സമുദായത്തിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മിന നമ്മോട് സംസാരിക്കുന്ന ഒരു പാഠമാണ്. ആ അർത്ഥത്തിലൊക്കെ നമ്മുടെ ദീനിന്റെ യഥാർത്ഥ യാതൊരു മുൻധാരണയുമില്ലാതെ ആളുകളുമായിട്ട് സഹോദരന്മാരുമായി പങ്കുവെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വലുതായിരിക്കും. അഖബ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മിന അതാണ് നമ്മോട് സംസാരിക്കുന്നത്. ഈ മിനയിലേക്ക് ഹാജിമാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹും റസൂലും കൊടുക്കാനുള്ള സന്ദേശവും അത് തന്നെയാണ്. ഈ ദീനിന്റെ ദഅവത്തിന് വേണ്ടി അത് മുഖ്യ അജണ്ടയാക്കി നിങ്ങൾ എടുക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മറ്റു പ്രവർത്തനങ്ങളൊന്നും കൂടുതൽ ഈ കല്ലേറും മറ്റുമല്ലാതെ അവിടെ ചെയ്യാനില്ല. ഇത് ചരിത്രത്തിന്റെ ഈ സന്ദേശം ഉൾക്കൊള്ളലാണ് യഥാർത്ഥത്തിൽ മിന നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ ഹാജിമാർ ഒരുമിച്ച് കൂടുന്നത്. തൊട്ടടുത്തേക്ക് അറഫയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അറഫയും അൽ ഹജ്ജു അറഫ എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ നാം കേട്ടതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതും കൂടി സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ ഹജ്ജിന്റെ 1-ാമത്തെ ആയത്ത് തന്നെ സംസാരിക്കുന്നത് യാ അയ്യുഹന്നാസു ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അളീം. സൂറത്തുൽ ഹജ്ജിന്റെ 1-ാമത്തെ ആയത്ത് അതിന്റെ തുടക്കം കുറിക്കുന്നത് തന്നെ വിശ്വാസികളെ, മനുഷ്യരെ, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങളുടെ റബ്ബിനെ ഭയപ്പെടണം. ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അളീം. ഒരു അതിഭീകരമായ പുനരുത്ഥാന ആ പ്രകമ്പനമുണ്ടല്ലോ, അത് വളരെ കഠിനമായിരിക്കും. അങ്ങനെ ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിൽ വളരെ ഭയാനകമായ അവസ്ഥയായിരിക്കും. അൻതും സുഖാറ വമാ ഹും ബിസുഖാറ. വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ഉന്മാദരായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇത് എന്തിനാണിത് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യ ആയത്ത് അങ്ങനെ പറഞ്ഞു വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അറഫ എന്ന് പറയുന്നത് ഒരു മഹ്ശറാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു മഹ്ശറിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ചിത്രമാണ്, ഒരു പ്രതീകമാണ് ഈ അറഫ എന്ന് പറയുന്നത്. അവിടെ യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ല. വബറസു ലില്ലാഹി, അജയ്യനായ അള്ളാഹുവിന്റെ മുമ്പിൽ സമ്മേളിച്ച പോലെ, മഹ്ശറയിൽ സമ്മേളിച്ച പോലെ അവിടെ ആളുകൾ സമ്മേളിക്കുകയാണ്. യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു. അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അറഫയിൽ സമ്മേളിക്കുകയാണ്. ഇതൊരു മഹ്ശറിന്റെ പ്രതീകമായിട്ട് അന്നും ഇതുപോലെ തന്നെയായിരിക്കും. മഹ്ശറയുടെ ഭീകരമായിട്ടുള്ള ആ പ്രതീക്ഷയോടുകൂടി സ്വർഗമാണോ നരകമാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇവിടെയും ഈ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിന്റെ സ്വർഗം എനിക്ക് കിട്ടണം എന്ന കഠിനമായിട്ടുള്ള താല്പര്യം, അങ്ങനെ യാതൊരു തരത്തിലുള്ള വിവേചനവും കൂടാതെ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസ്ഥ. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറത്ത് യാസീൻ ആയത്ത് നമ്മൾ പഠിച്ചവരാണ്. ഈ കാഹളത്തിൽ അള്ളാഹുവിന്റെ വിളംബരം വന്നു കഴിഞ്ഞാൽ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വളരെ വേഗത്തിൽ യൻസിലൂൻ, വളരെ വേഗത്തിൽ മഹ്ശറയിലേക്ക് നടന്നെടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതുപോലെ തന്നെയല്ലേ അറഫയിലേക്കുള്ള വരവ്? അള്ളാഹുവെ ഞങ്ങൾ ഇതാ എത്തിയിരിക്കുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
ഈ കഫൻ വസ്ത്രവുമായിട്ട് യാതൊരു തരത്തിലുള്ള വിവേചനവും കൂടാതെ ഈ അറഫയിൽ വന്ന് സമ്മേളിച്ചു നിൽക്കുന്ന ആ അവസ്ഥ, ആ പ്രതീകം, ഇതും ഈ അർത്ഥത്തിൽ മഹ്ശറയെ അല്ലെങ്കിൽ അന്തിമ വിചാരണയെ വിശ്വാസി അവന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാനും ഈ ഭൂമിയിലുള്ള ജീവിതത്തെ ഹ്രസ്വമായ ജീവിതത്തിലൂടെ ഈ മനുഷ്യരുടെ ഹൃദയങ്ങളിലൂടെ ഈ ദീനിന്റെ സന്ദേശങ്ങൾ, മാനുഷികമായ മുഖങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റവും പ്രയാണവും ആണ് വിശ്വാസി നടത്തേണ്ടത്. അതാണ് പ്രതീക്ഷ എന്ന് മദീനയെ സംബന്ധിച്ച് പറഞ്ഞത്. ഈ ഒരു പ്രതീക്ഷയോടുകൂടി, ഈ ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ് നമ്മളും ഈ ഹജ്ജിനെയും മിനയെയും അറഫയെയും ഒക്കെ കാണേണ്ടതും. അവിടെ നൽകിയിട്ടുള്ള ആ ആത്മീയമായിട്ടുള്ള വലിയ സന്ദേശത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സൂചിപ്പിച്ചതും ഇബാദാത്തുകളുടെ പ്രാധാന്യവും ഫളീലത്തുമായിരുന്നില്ലല്ലോ. അറഫയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ ഏറ്റവും വലിയ ആത്മീയ പ്രഭാഷണം അതായിരുന്നു. അവിടെയും ഇബാദാത്തുകളുടെ ഫളീലത്തിനെ സംബന്ധിച്ചായിരുന്നില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസംഗം, ആ ഹ്രസ്വമായ പ്രസംഗം. അല്ലാഹുവിന്റെ റസൂൽ സൂചിപ്പിച്ചത് മനുഷ്യന്റെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ്. നിങ്ങളുടെ രക്തം ഹുർമത്തുദ്ദിമാ, നിങ്ങളുടെ രക്തം പവിത്രമാണ്. യാതൊരു കാരണവശാലും ഒരു വിശ്വാസി എന്ന രൂപത്തിൽ അവൻ രക്തം ചിന്തുക സാധ്യമല്ല. അക്രമവും അനീതിയും കൊള്ളയും കൊലയും ഒരിക്കലും വിശ്വാസിക്ക് ഭൂഷണമല്ല, അത് അരുത്. അതുപോലെ തന്നെ സമ്പത്തിന്റെ പവിത്രത, എല്ലാവരുടെയും സമ്പത്ത് അത് ഒരുപോലെ തന്നെയാണ്, അത് കവർന്നെടുക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് മൂന്നാമതായിട്ട് അല്ലാഹു റസൂൽ സൂചിപ്പിച്ചത്. ഇങ്ങനെ പിന്നീട് സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് പറയുന്നു. ഏറ്റവും വലിയ സാമ്പത്തിക ചൂഷണമായ പലിശയെ സംബന്ധിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട്, ഇനി ഒരിക്കലും ഈ കുടുംബത്തിൽ നിന്ന് പലിശ ഉണ്ടാകരുത്. ഇനി ആർക്കെങ്കിലും ഇദ്ദേഹം പലിശക്ക് മുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൂലധനം മാത്രം ഇങ്ങോട്ട് കൊടുത്താൽ മതി, ഒരു പൈസ പോലും അധികം കൊടുക്കരുത്. ഇന്ന് അത് എന്റെ ഈ മണ്ണിൽ ചവിട്ടിത്താഴ്ത്തുകയാണ്. ഇങ്ങനെ പൊതുജീവിതത്തെ സംബന്ധിച്ചുള്ള വലിയൊരു ആത്മീയ പ്രഭാഷണമാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ അറഫയിൽ നടത്തുന്നത്. അതും നമ്മുടെ ജീവിതത്തിലേക്കുള്ള പാഠമാകേണ്ടതുണ്ട്. ഇതിന്റെ ശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോകുന്നതൊക്കെ. അതാണ് ഞാൻ പ്രതീക്ഷയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം, വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മിനയുടെയും അറഫയുടെയും ചരിത്രം പഠിക്കുമ്പോൾ നമുക്കും പകർന്നു നൽകുന്നത് ഈ പ്രതീക്ഷയും ഈ പ്രത്യാശയുമാണ്. അതോടൊപ്പം അതിലൂടെ യാതൊരു തരത്തിലുള്ള പ്രയാസവും കൂടാതെ വളരെ പക്വതയോടുകൂടി എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പ്രയാണം ചെയ്യൽ, ഈ ദീനിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകൽ തന്നെയാണ് നാം സ്വീകരിക്കേണ്ട രീതിയും അതിന്റെ സമീപനവും ഒക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്, അതിനുള്ള സാധ്യതകൾ, അവസരങ്ങളൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിലപ്പെട്ട പലതും, നാം ഏറ്റവും വിലപ്പെട്ടതാണെന്ന് അംഗീകരിക്കുന്ന പലതും ഈ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുവാനുള്ള ഒരു സന്നദ്ധതയും അതിനുള്ള താല്പര്യവും തൗഫീഖും ഒക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹ്.